ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീറ്റ് പ്ലം കേക്കാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. എന്നാൽ ശരി, നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഈ പ്ലം കേക്ക് തയ്യാറാക്കുന്നത് ആശീർവാദിൻ്റെ ആട്ടാമാവ് യൂസ് ചെയ്തിട്ടാണ്. ഒട്ടും തന്നെ മൈദാമാവ് ചേർന്നിട്ടില്ലാത്ത ഒരു ആട്ടാമാവാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പ്ലം കേക്ക് തയ്യാറാക്കുന്നത്. ആശീർവാദ് ഇപ്പോൾ ക്രിസ്മസ് ആയിട്ടൊരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. നമ്മൾ ഈ ആട്ടാമാവ് യൂസ് ചെയ്ത് ഒരു റെസിപ്പി തയ്യാറാക്കി അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ വലിയ സമ്മാനങ്ങളൊക്കെയാണ് തരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം. കൂടെ തന്നെ മറക്കാതെ ഈ വീഡിയോ എല്ലാവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള കേക്കാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിൻ്റെ പേരിൽ 1 കപ്പ് അളവിൽ തന്നെ ഗോതമ്പ് പൊടി മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടിയാണ്. നമ്മൾ ഈ അപ്പത്തിലൊക്കെ ചേർക്കില്ലേ, ആ സോഡാപ്പൊടിയാണ്. പിന്നെ കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/2 കപ്പിൽ നിന്നും അല്പം കുറവായിട്ട് സൺഫ്ലവർ ഓയിൽ കൂടിയാണ്. അപ്പോൾ ഈ 1/2 കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ നിറച്ചെടുത്തിട്ടില്ല, കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ചേർക്കുമ്പോഴാണ് നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്. വെളിച്ചെണ്ണയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ മണം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പേരിൽ എപ്പോഴും വെജിറ്റബിൾ ഓയിൽ തന്നെ ചേർത്തേക്കണം. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ആണെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പാല് കൂടിയാണ്. അപ്പോൾ ഈ പാല് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഉടൻ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നില്ല. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുപാട് പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളം പോലെ അങ്ങനെ ആയിപ്പോകരുത്. നല്ല കട്ടിയായിട്ട് വേണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഞാനിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഫസ്റ്റ് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഇച്ചിരി വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ നമ്മൾ കേക്ക് തയ്യാറാക്കുന്ന ടൈമിൽ ഇങ്ങനെ താഴെ പോകും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറുത്ത മുന്തിരിയാണ്. അപ്പോൾ ഈ കറുത്ത മുന്തിരി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുന്തിരി ചേർത്ത് കൊടുത്താലും മതിയാവും. കൂടെ തന്നെ കുറച്ച് ഈന്തപ്പഴം കൂടി ചേർക്കുകയാണ്. അപ്പോൾ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ചെറി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാം. അപ്പോൾ ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ കൂടെ തന്നെ കുറച്ച് പംകിൻ സീഡ്സ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഞാനിത് മുമ്പ് സ്വീറ്റ്സ് തയ്യാറാക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ പംകിൻ സീഡ്സ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വീറ്റ്സ് ഒക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ കേക്കിലേക്ക് നമ്മളിപ്പോൾ മുട്ട ചേർക്കണില്ല, അതുപോലെ തന്നെ ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. എങ്കിൽ കൂടിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ഈ ഫ്രൂട്ട്സും നട്ട്സ് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടിയാണ്. അപ്പോൾ ആ വാനില എസൻസിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ചില വാനില എസൻസ് ഒക്കെ എത്ര ഒഴിച്ചാലും ആ നല്ല കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞ വാനില എസൻസ് ആകുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് അത് നോക്കി വേണം വാങ്ങാനായിട്ട്.
ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോൾഡിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് മോൾഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയൊരു ബട്ടർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഇങ്ങനെ പൊട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുക്കുന്ന ടൈമിൽ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഇങ്ങനെ പൊട്ടി കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഒരല്പം ഗോതമ്പ് പൊടി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെതറി കൊടുത്താലും മതിയാവും. നമ്മുടെ കയ്യിലിപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. അലുമിനിയത്തിലുള്ള ഒരു ബൗൾ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ബട്ടർ പേപ്പറിന് പകരം സാധാരണ വൈറ്റ് നോട്ട്ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഒരല്പം ഓയിൽ പുരട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും സെയിം ബട്ടർ പേപ്പറിൻ്റെ എഫക്റ്റ് തന്നെയാണ്. മോൾഡിലേക്ക് നമ്മുടെ ഈ ബാറ്റർ എല്ലാം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിതിലേക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ടോ ആ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് നട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഉപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കേക്ക് വെക്കുന്നതിന് മുന്നേ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ചെറിയൊരു തട്ടിട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ വേണം ഇത് വെക്കാനായിട്ട്. നേരിട്ട് ഡയറക്റ്റായിട്ട് ആ ഉപ്പിൻ്റെ പുറത്തേക്ക് വെക്കരുത്, എങ്കിൽ പിന്നെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ്. ഇനി നമ്മുടെ ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ട സമയം എന്ന് പറയുന്നത് 35 മുതൽ 45 മിനിറ്റ് വരെയാണ്. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരല്പം പോലും ഫ്ലെയിം കൂടിയിട്ടുണ്ടാവരുത്. എങ്ങാനും നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഫ്ലെയിം കൂടിയിട്ടാണ് കുറച്ച് വെക്കുമ്പോഴും കൂടുതൽ ഫ്ലെയിം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനടിയിൽ വേറൊരു തട്ട് എന്തെങ്കിലും ഇട്ടിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് വരുന്ന ഫ്ലെയിം കൊണ്ട് അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്നാൽ ശരി, ഇതൊരു 3/4 മണിക്കൂറോളം ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് കാണാൻ തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു സമയം പോലും ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ചെങ്ങാനും തുറന്ന് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് താഴ്ന്നിട്ട് പോയി കേക്ക്. അതിൻ്റെ പേരിൽ നമ്മൾ തുറന്ന് നോക്കിയിട്ടില്ല. 40 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഇത് തുറന്ന് നോക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണെന്ന്. നമ്മുടെ ഈ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്കും അതിലിങ്ങനെ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ലതുപോലെ തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ടും തണുത്തിട്ടില്ല, ചെറിയൊരു ചൂടുണ്ട്. എന്നാലും നമ്മൾ അടിയിലേക്ക് വെച്ച് കൊടുത്തില്ല ബട്ടർ പേപ്പർ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. ബട്ടർ പേപ്പറിൽ നമ്മൾ ഓയിൽ പൊട്ടി കൊടുത്തതിൻ്റെ പേരിൽ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വീറ്റ് പ്ലം കേക്കാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് സ്വീറ്റായിട്ട് ഓടി വരുന്നത് കേക്കാണ്. അപ്പോൾ നമ്മളിത് ഗോതമ്പ് വെച്ചിട്ടാണ് നല്ല സ്വീറ്റായിട്ടുള്ള ഈ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ക്രിസ്മസിന് ആശീർവാദ് ക്രിസ്മസ് കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഈ ആശീർവാദ് വീട്ടിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് നമുക്ക് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലം കേക്ക് തന്നെ തയ്യാറാക്കാം. അതല്ല നമ്മുടെ ഐഡിയയിലുള്ള എന്തൊക്കെ സ്വീറ്റ്സ് വേണമെങ്കിലും തയ്യാറാക്കി അവരുടെ ഫേസ്ബുക്ക് പേജിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കോ നമ്മൾ തയ്യാറാക്കുന്ന ഈ റെസിപ്പിയുടെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിന്നർ ആവുന്നവർക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ക്രിസ്മസിന് ഈ കോൺടെസ്റ്റിൽ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ നേടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കേക്ക് റെസിപ്പി നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.